Hi all, this is Abhay from Prepwise. Plus 2 ശേഷം ഇന്ത്യയിൽ ഏറ്റവും മികച്ച ക്യാമ്പസുകളിൽ അഡ്മിഷൻ സെക്യൂർ ചെയ്യുന്നതിനായിട്ട് 2024 CUET, UG, IPMAT, JIPMAT അതുപോലെ NCET തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്ക് തയ്യാറെടുക്കുന്നവർക്കായി Prepwise സംഘടിപ്പിക്കുന്ന ഫ്രീ ഓൺലൈൻ വർക്ക്ഷോപ്പ്. കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കൊടുത്തിരിക്കുന്ന ഡിസ്ക്രിപ്ഷൻ ചെക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ഫോം ഫില്ല് ചെയ്ത് എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മളൊരു അമൈഡ് ആണ്, നമ്മളുടെ റിയാക്റ്റൻ്റ് എന്ന് പറയുന്നത് ഒരു അമൈഡ് ആണ്. ഇത് ബ്രോമിനുമായിട്ട് റിയാക്ട് ചെയ്യുന്നതാണ്. ഇത് ഈ ഒരു പ്രോസസ്സിൻ്റെ പേര് Br2 in NaOH. ഈ പ്രോസസ്സിൻ്റെ പേര് നിങ്ങൾ ഓർമ്മിച്ച് വെക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആണ്. നിങ്ങൾ കെമിസ്ട്രി പഠിക്കുന്ന കാലത്തോളം ഈ ഒരു പേരും ഈ ഒരു റിയാക്ഷനും കാണും. ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ. ഹോഫ്മാൻ ബ്രോമൈഡ് റിയാക്ഷൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കാർബണ് കുറയും. ഒരു കാർബണ് കുറഞ്ഞിട്ട് എനിക്ക് എന്ത് കിട്ടും? എനിക്ക് അനിലിൻ ഡയറക്റ്റ് കിട്ടും. ഈ ഒരു CO എന്ന് പറയുന്ന സാധനം എന്താവും? പൊട്ടിയിട്ട് അത് നേരെ എന്താവും? NH2 ആയി മാറും. അപ്പോൾ എനിക്ക് ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടൂല, ഈ ഒരു പ്രൊഡക്റ്റും കിട്ടൂല. എനിക്ക് ഇതിൻ്റെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ 2 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് അമംഗ് ദ ഫോളോയിങ് ആർ കറക്റ്റ്ലി മാച്ച്ഡ്? C6H5O CH2 CH3. അപ്പോൾ ശ്രദ്ധിക്കുക, C6H5O CH2 CH3. അതിൻ്റെ പേര് കാണുമ്പോൾ ഫെനറ്റോൾ എന്ന് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും അത് അല്ല എന്ന്. പക്ഷെ നിങ്ങൾക്കറിയാം, ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതേതാ ഗ്രൂപ്പ്? ഈതറാണ്. അപ്പോൾ ഈതൈൽ നമുക്കറിയാം ഈതോക്സി ഫീനൈൽ, നമുക്ക് പറയാം ഈതോക്സി ഫീനൈൽ എന്ന് പറയാം. അപ്പോൾ അതിൻ്റെ മറ്റൊരു പേരാണ് എന്ത്? ഫെനറ്റോൾ എന്ന് പറയുന്നത്. അപ്പോൾ ഈതൈൽ ഫീനൈൽ ഈതർ എന്ന് പറയുന്ന ഈതൈൽ ഫീനൈൽ ഈതറിൻ്റെ മറ്റൊരു പേരാണ് ഫെനറ്റോൾ. അപ്പോൾ ഇത് കറക്റ്റ്ലി മാച്ച്ഡ് ആണ്. അപ്പോൾ ഇതിൽ നോക്കി നോക്ക്, ഡൈ മീതേൽ ഈതർ. ഇവിടെ ഒരു അരയിൽ ഗ്രൂപ്പാണുള്ളത്. അപ്പോൾ ഇത് ഓപ്ഷൻ അല്ല എന്ന് നമുക്ക് പറയാം. മീതേൽ ഈതർ, ഇവിടെ ഈതേലാണ്, ഇവിടെയും ഈതേലാണ്. അപ്പോൾ മീതേൽ ഈതർ തെറ്റാണ്. ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 6 കാർബൺ ഉണ്ട്. ഇവിടെ 1 7. അപ്പോൾ ഹെപ്റ്റൈൽ, ഇവിടെ എന്താ ഉള്ളത്? ഫീനൈൽ. ഹെപ്റ്റൈൽ ഫീനൈൽ ഈതർ. അപ്പോൾ ഓപ്ഷൻ എന്താണ്? എയും ബിയും. അപ്പോൾ A and B വരുന്ന ഓപ്ഷൻ ഏതാണ്? 1 ആണ്. അപ്പോൾ ആൻസർ 1 ആണ് ഇതിൻ്റെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ഓൺ ദ ബേസിസ് ഓഫ് ഇൻഫർമേഷൻ അവൈലബിൾ ഒരു റിയാക്ഷൻ തന്നിട്ടുണ്ട്. ആ റിയാക്ഷൻ്റെ അകത്ത് നമ്മൾ എന്താ കണ്ടുപിടിക്കണം? EMF നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഡെൽറ്റ G തന്നിട്ടുണ്ട്, ഫാരഡേ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമുക്കറിയാം ഒരു ഇക്വേഷൻ ഡെൽറ്റ G = -NFE. ഇതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? E കണ്ടുപിടിക്കണം. ഇപ്പോൾ ഡെൽറ്റ G -NF. അപ്പോൾ ഡെൽറ്റ G എത്രയാണ്? -287. N നമുക്ക് കണ്ടുപിടിക്കണം. ഫാരഡേ എത്തിയ 96500. N നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിൻ്റെ ഇവിടെ റിയാക്റ്റന്റിലുള്ള അലൂമിനിയം എന്ന് പറയുന്നത് എത്രയാണ്? അതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. പ്രൊഡക്റ്റിൽ അലൂമിനിയം എന്ന് പറയുന്നത് 2/3 × 2x. അപ്പോൾ x നമുക്ക് കണ്ടുപിടിക്കണം. x എന്ന് പറയുന്നത് എത്രയാണ്? 2x = 6, x = 3 ആണ്. അപ്പോൾ 3 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ്? 3 3 ക്യാൻസൽ ആയി പോയി. 2 × 2 4. അപ്പോൾ n = 4 നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ n നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാനാവും. 827 ഇത് 4 ആയിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും എന്ന് നോക്കാം. 0 6 കിട്ടും. 206 അടുത്ത് കിട്ടും നമുക്ക് ഇതിൻ്റെ വാല്യൂ. അപ്പോൾ ഇത് നമ്മൾ വീണ്ടും കട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ നമുക്ക് എത്ര കിട്ടും നോക്കാം. 2600 divided by 96500. 2000 310 2.1 ആ ഒരു റേഞ്ചിൽ വരും. 2.1 ആ ഒരു റേഞ്ചിൽ വരുമ്പോൾ അതിൻ്റെ ഒരു ആൻസർ വരുന്നത് എവിടെയാണ് നമുക്ക് നോക്കാം. ഇവിടെയാണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഓപ്ഷൻ A ആണ് നമുക്ക് കിട്ടുക. ശ്രദ്ധിക്കുക, വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കൊരു ഇക്വേഷൻ അറിയാം, ഡെൽറ്റ G = -NFE. ഇത് നമുക്ക് E ആണ് കണ്ടുപിടിക്കേണ്ടത്. -ഡെൽറ്റ G/NF. N നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. N എന്ന് പറയുന്നത് എന്താണ്? 4 ആണ്. N4 ഇതിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉത്തരം കിട്ടും. ആ ഉത്തരം എന്താണ്? ആ ഉത്തരമാണ് നമ്മുടെ E എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്താക്കാം? കണ്ടുപിടിക്കാൻ പറ്റും. മാത്സിൽ കുറച്ച് സ്പീഡുള്ള ആളുകൾക്ക് ഈ ഉത്തരമൊക്കെ എന്താക്കാം? നമുക്ക് വളരെ സിമ്പിളായിട്ട്
നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. കൂടുതൽ എന്താക്കുക, ആപ്ലിക്കേഷൻ ലെവലിൽ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉത്തരം കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ഒരു നെയിം കണ്ടുപിടിക്കുക. ഒരു കോമ്പൗണ്ടിന്റെ നെയിം കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്, മെയിൻ ഗ്രൂപ്പ് ഏതാണെന്ന് കണ്ടുപിടിക്കണം. ഇവിടെ നമുക്ക് നോക്കുമ്പോൾ ഡബിൾ ബോണ്ട് ഉണ്ട്, ഹാലജൻ ഉണ്ട്, ഡബിൾ ബോണ്ട് ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്. 3 ഫങ്ഷണൽ ഗ്രൂപ്പാണ് മെയിൻ ആയിട്ടുള്ളത്. അതിൽ ആൽക്കഹോൾ ആണെന്ന് നമുക്കറിയാം. 1 2 3 ഇവിടെ നമ്മൾ 4 ഇട്ട് കൊടുക്കും പല ആളുകളും, പക്ഷേ ഇവിടെ 2 കാർബൺ ഉണ്ട്, അപ്പോൾ 4 5 വരും. അപ്പം 2 ബ്രോമോ, അപ്പോൾ മെയിൻ, അപ്പോൾ നമ്മൾ നെയിം ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ബ്രോമിനാ വരിക. അപ്പോൾ 2 ബ്രോമോ വരുന്ന ഓപ്ഷൻസ് 3 ഉണ്ട് 2 ബ്രോമോ വരുന്നത്. അപ്പോൾ അതിൽ നോക്കണം 2 ബ്രോമോ 3 മീഥൈൽ 2 ബ്രോമോ 3 മീഥൈൽ വരുന്ന 2 ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ 1 ഉം ഓപ്ഷൻ സിയും ഉണ്ട്. 2 ബ്രോമോ 3 മീഥൈൽ. ഇവിടെ നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെയാണ് നമ്മൾ ഇടുന്നതെങ്കിൽ എത്രയാണ് ഉണ്ടാവുള്ളൂ, 4 ഉണ്ടാവുള്ളൂ നമ്പർ. ഇവിടെ ഇടുന്നതാണെങ്കിൽ 4 ഉണ്ടാവുള്ളൂ. ഇവിടെ നമുക്ക് 5 കിട്ടും. അപ്പോൾ 4 അല്ല, നമുക്ക് എത്ര ഉണ്ടാവും, 5 ഉണ്ടാവും. 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, പെൻഡ് ആണ്. അപ്പോൾ ഓപ്ഷൻ വരിക 2 ബ്രോമോ 3 മീഥൈൽ പെൻഡ് 2 in 1 ഓൾ. അപ്പോൾ ഇതാണ് എന്ത്, ഇതിന്റെ ഓപ്ഷൻ വരുന്നത്. ഓപ്ഷൻ 1 ആണ് കറക്റ്റ്. അടുത്തത് നോക്കുക, കെമീസ് ഓപ്ഷൻ ഹാസ് ഫോളോയിങ് ട്രേറ്റ്സ്. കെമീസ് ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, അത് റിവേഴ്സിബിൾ ആവില്ല. ഫസ്റ്റ് തന്നെ അറിയാം, കെമിക്കൽ റിയാക്ഷൻ അത് എന്തല്ല, റിവേഴ്സിബിൾ അല്ല. അതിന് ഹൈ എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ, റിക്വയർസ് ലോ ആക്ടിവേഷൻ എനർജി അല്ല, റിക്വയർസ് ഹൈ ആക്ടിവേഷൻ എനർജി, ഫേവേർഡ് ബൈ ഹൈ ടെമ്പറേച്ചർ. അപ്പോൾ ഓപ്ഷൻ എ ആൻഡ് സി ആണ് വരിക. അപ്പോൾ ബി എന്തായാലും എല്ലാം നമുക്കറിയാം. അപ്പോൾ ഓപ്ഷൻ ഇതുമല്ല നമുക്ക് മനസ്സിലാവും. അപ്പോൾ എ എൻ സി ആണെന്ന് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ കണ്ടുപിടിക്കാനാവും. അതിന് ഒരു കെമീസ് ഓപ്ഷൻ നടക്കണമെങ്കിൽ അഡ്സോർപ്ഷൻ, എൻതാൽപ്പി ഓഫ് അഡ്സോർപ്ഷൻ കൂടണം, ടെമ്പറേച്ചർ കൂടണം, ആക്ടിവേഷൻ എനർജിയും കൂടണം. ഇവിടെ ആക്ടിവേഷൻ എനർജിയും കൂടുതലാണെങ്കിൽ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ACD ആണ്. പക്ഷേ ഇവിടെ ലോ ആക്ടിവേഷൻ എനർജി ഉണ്ടാകുന്നത് ഫിസിക്സ് ഓപ്ഷൻ ആണ്. അപ്പോൾ ആ ഒരു സാധനം നിങ്ങൾ മനസ്സിലാക്കുക. അടുത്ത ക്വസ്റ്റ്യൻ ആണ്, ദ സിന്തസിസ് ഓഫ് ആൽക്കൈൽ ഫ്ലൂറൈഡ് is the best accomplished in the formation of alkyl fluoride. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാലൈഡ് റീപ്ലേസ് ചെയ്തിട്ട് മറ്റൊരു ഹാലൈഡ് വരുന്നു. സിൽവർ ഫ്ലൂറൈഡ് തന്നെ റിയാക്ട് ചെയ്തിട്ട് നമ്മൾ AgBrന്റെ അകത്ത് നിന്ന് BRനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ആര് വരുന്നു, ഫ്ലൂറിൻ വരുന്നു. എന്നിട്ട് ബൈ പ്രൊഡക്റ്റ് ആയിട്ട് AgBr കിട്ടുന്നു. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഫിറ്റിംഗ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, NAന്റെ പ്രസൻസിൽ ഡ്രൈ ഈതറിന്റെ പ്രസൻസിൽ സോഡിയം റിയാക്ട് ചെയ്യുന്നതാണ് ഫിറ്റിംഗ് റിയാക്ഷനും വൂഡ്സ് റിയാക്ഷൻ. അപ്പോൾ അത് രണ്ടും അല്ല, പക്ഷെ ഈ റിയാക്ഷന്റെ പേരാണെന്ത്, സ്വാർട്സ് റിയാക്ഷൻ. വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. Which of the following hormone is responsible for the development of secondary female characteristics and participate in control of menstrual cycle? അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക്, ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും പ്രൊജസ്ട്രോൺ ആണോ. പ്രൊജസ്ട്രോൺ അല്ല, ഇത് നമ്മൾ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈസ്ട്രോജൻ ആണ്. ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത് ഈസ്ട്രോജൻ ആണ്. ഈസ്ട്രോജന്റെ മറ്റൊരു പേരാണ് ഈസ്ട്രോഡയൻ. അപ്പോൾ ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഈസ്ട്രോജൻ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി ഫീമെയിൽ ക്യാരക്ടറിസ്റ്റും ഈ മെൻസ്ട്രുവൽ സൈക്കിളിനെ എല്ലാം റെസ്പോൺസിബിൾ ചെയ്യുന്ന ഹോർമോൺ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്ത്രീകളുടേത് ഈസ്ട്രോജൻ ആണ്. ഈസ്ട്രോജന്റെ മറ്റൊരു പേരാണ് ഈസ്ട്രോഡയോൾ. അപ്പോൾ എഴുതുന്ന സമയത്ത് പ്രൊജസ്ട്രോൺ എന്ന് എഴുതി പോയത് ഈസ്ട്രോഡയോൾ ആണ്. ഇനി ഈസ്ട്രോഡയോൾ കാണുമ്പോൾ അത് ഈസ്ട്രോജൻ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റണം. അവിടെയാണ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ബെനിഫിറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, ഓക്സിഡേഷൻ ഓഫ് അസറ്റാൽഡിഹൈഡ് HCHO, ഇതാണ് അസറ്റാൽഡിഹൈഡ്. അത് സെലീനിയം ഡയോക്സൈഡായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കിട്ടുന്നതാണ് ഗ്ലയോക്സാൽ പ്ലസ് സെലീനിയം. ഗ്ലയോക്സാൽ പ്ലസ് സെലീനിയം ആണ് എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റ്. CHO അതാണെന്ത്, ഗ്ലയോക്സാൾ. മെത്തനോയിക് ആസിഡ് എനിക്ക് ഒരിക്കലും ആസിഡ് കിട്ടുന്നില്ല, എനിക്ക് ആസിഡ് കിട്ടില്ല, എനിക്ക് ഗ്ലയോക്സാൾ ആണ് കിട്ടുന്നത്. അപ്പോൾ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. നാലാമത്തത്, അറേഞ്ച് ദ ഗിവൺ കോമ്പൗണ്ട്സ് ഇൻ ഓർഡർ ഓഫ് ഡിക്രീസിങ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് നൈട്രജൻ. ഇതിൽ 4 നൈട്രജൻ തന്നിട്ടുണ്ട്. ഇതിൽ ഏതിൻ്റെതാണ് ഏറ്റവും കൂടുതൽ, അതിൽ നിന്ന് നമ്മൾ താഴോട്ടേക്ക് ചെയ്യാനാണ് പറഞ്ഞത്. നൈട്രജൻ്റെ അകത്തുള്ള ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എത്ര? ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇതിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +2 ആണ്. HNO3ന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് എന്താണ്, 1 + x - 6 = 0, x - 5 = 0, x = +5. അപ്പോൾ മൂന്നാമത്തെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ +5 ആണ്. അമോണിയം ക്ലോറൈഡിൻ്റെ അകത്ത് x + 4 - 1 = 0, x - 3 = 0,
എക്സ് ഈസ് ഈക്വൽ ടു +3. അപ്പോൾ മൂന്നാമത്തേൻ്റെ +3 0 +2 +3. അപ്പോൾ ഏറ്റവും കൂടുതലായിരിക്കുള്ളത് HNO3 ആണ്. അപ്പോൾ HNO3 ആണ് 3 ഓപ്ഷൻ്റെ അകത്തുള്ളത്. ഇതിൽ രണ്ടാമത് കൂടുതലുള്ളത് ഏതാ? അമ്മോണിയം ക്ലോറൈഡ്. രണ്ടാമത് കൂടുതലുള്ള അമ്മോണിയം ക്ലോറൈഡ്, മൂന്നാമത് NO, നാലാമത് N2. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് എന്ത്? ഓപ്ഷൻ മൂന്നാമതാണ് എന്ത്? ഇതിന്റെ ഉത്തരം വരുന്നത്. വളരെ സിമ്പിൾ ആണ്. HNO3 പിന്നെ അമ്മോണിയം ക്ലോറൈഡ്. കാരണം അമ്മോണിയം ക്ലോറൈഡിന്റെ അകത്തുള്ള നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത് +3 ആണ്. പിന്നെ NOന്റെ അകത്ത് നൈട്രജന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 ആണ്. N2ന്റെ അകത്ത് ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ആണ് Mn2O7 CRO ആൻഡ് V2O5 ആർ റെസ്പെക്റ്റീവ്ലി. 3 സാധനമാണ്. ആംഫോട്ടറിക് ആണോ, അസിഡിക് ആണോ, ബേസിക് ആണോ? Mn2O5ന്റെ അകത്ത് നമുക്ക് അതിന്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാം. 2x - 14 is equal to 0, 2x is equal to 14, x is equal to +7. x +7 കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം അതെന്താണ്? അത് അസിഡിക് ആണ്. V2O5ന്റെ അകത്ത് അതേപോലെ നമുക്ക് കണ്ടുപിടിക്കാം. 2x - 10 is equal to 0, 2x is equal to 10, x is equal to 5. ഇതൊരു മോഡറേറ്റ് ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ പറയാം V2O5 is a ആംഫോട്ടറിക് ഓക്സൈഡ്. CRO എടുത്തു പോകുമ്പോൾ തന്നെ നമുക്കറിയാം CR എന്താണ്? 2+ ആണ്. അപ്പം ഇതിന്റെ ചാർജ് കുറയുമ്പോൾ അതെന്തായിരിക്കും? അത് ബേസിക് ആയിരിക്കും. അപ്പോൾ അസിഡിക്, ആംഫോട്ടറിക്, ബേസിക്. അപ്പോൾ ഓപ്ഷൻ എന്താണ്? ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാണ്. Mn2O7 CRO ആൻഡ് V2O5 റെസ്പെക്റ്റീവ്. ഇതില് ഇത് അസിഡിക് ആണോ, ആംഫോട്ടറിക് ആണോ, ബേസിക് ആണോ എന്നാണ് ചോദ്യം. അപ്പോൾ Mn2O7 ഫസ്റ്റ് നമ്മൾ Mn2O7 എടുക്കുകയാണെങ്കിൽ തന്നെ 2x - 14 is equal to 0, 2x is equal to 14, x is equal to 7. x is equal to 7. അടുത്ത CRO എടുത്തു കഴിഞ്ഞാൽ CROന്റെ അത് ചാർജ് എന്താണ്? CR 2+ ആണ്. V2O5 എടുത്തു കഴിഞ്ഞാൽ 2x - 10 is equal to 0, 2x is equal to 10, x is equal to +5. ഇതിന്റെ ചാർജ് കൂടുന്നതിനനുസരിച്ച് അസിഡിക് ആവും. അപ്പോൾ Mn2O7 അസിഡിക് ആയിരിക്കും. അതിന്റെ 2 ഓപ്ഷനേ ഉള്ളൂ, ഓപ്ഷൻ 1ഉം 4ഉം. CRO എന്ന് പറയുന്നത് CRനാണ് ചാർജ് ഏറ്റവും കുറവ് 2+. അപ്പോൾ അത് ബേസിക് ആയിരിക്കും. V2O5 ആംഫോട്ടറിക് ആയിരിക്കും. അത് അസിഡിക്കും ആണ്, ബേസിക്കും ആണ്. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ വരുന്നത് ഓപ്ഷൻ 4 ആണ്.